ഫിൻടെക് കമ്പനിയായ ഫൈവ് മണി ഫെഡറൽ ബാങ്കുമായി ചേർന്നുകൊണ്ട് ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവർ ഫെഡറൽ ബാങ്കുമായി ചേർന്ന് സേവിങ്സ് അക്കൗണ്ടുകൾ നൽകുന്നുണ്ട്, ന്യൂ ബാങ്ക് അക്കൗണ്ടുകൾ. അതിന് പുറമെയാണ് ഇപ്പോൾ നിലവിലെ ക്രെഡിറ്റ് കാർഡ് കൂടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഫൈവ് കസ്റ്റമർ ആണെങ്കിൽ ആപ്പിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്ത് കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു കാർഡിനെ പറ്റി വീഡിയോ ചെയ്യേണ്ട എന്നായിരുന്നു കരുതിയിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പേരിങ്ങനെ മെസ്സേജ് അയച്ചു ഈ ഒരു കാർഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട്. അത് കൂടാതെ നമുക്ക് കാർഡിൻ്റെയൊക്കെ അൺബോക്സിംഗ് വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചിരുന്ന ഒരു അരുൺ ബ്രോ ഉണ്ട്. അപ്പോൾ അരുൺ ബ്രോ ഈ ഒരു ഫൈവ് കാർഡിൻ്റെ അൺബോക്സിംഗ് വീഡിയോ കൂടി ഷൂട്ട് ചെയ്ത് അയച്ചു തന്നിരുന്നു. സോ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ്. ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല. കാർഡ് എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ എടുക്കുക. കാരണം ഇതൊരു ഫിൻടെക് കമ്പനിയാണ്. അപ്പോൾ കസ്റ്റമർ സപ്പോർട്ടൊക്കെ ആ രീതിയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് പോയിട്ട് ചോദിക്കാനായിട്ട് ഒരു ബ്രാഞ്ചോ കാര്യമോ ഒന്നുമില്ല. ഫുൾ സപ്പോർട്ട് ഓൺലൈനിലൂടെയാണ് വരുന്നത്. ഓൾറെഡി നമുക്കിപ്പോൾ ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ കൂടി കസ്റ്റമർ സപ്പോർട്ടൊക്കെ പല ബാങ്കുകളുടെയും ഷോഗാണ്. സോ ഒരു ഫിൻടെക് കമ്പനിയുടെ കസ്റ്റമർ സപ്പോർട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒന്ന് സോൾവ് ചെയ്തെടുക്കാൻ നല്ല ഡിലേ വന്നേക്കും. സോ ഈ ഒരു ഫൈവ് ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ എടുക്കുക. ആദ്യം നമുക്ക് ഈ ഒരു കാർഡ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സിംഗ് വീഡിയോ നമുക്ക് അരുൺ ബ്രോ ആണ് ഷൂട്ട് ചെയ്ത് അയച്ചു തന്നത്. അതിനൊരു നന്ദി അറിയിക്കുന്നു. ഫൈയുടെ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് കാർഡ് വരുന്ന അതേപോലുള്ളൊരു സെയിം കളർ കോമ്പിനേഷനിലുള്ള ഒരു പാക്കേജിങ്ങിലാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡും വരുന്നത്. ബ്ലാക്ക് കളറിലാണ് ഈ ഒരു ബോക്സ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം പാക്കിംഗ് ആണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു QR കോഡ് കൊടുത്തിട്ടുണ്ടാകും. നമ്മളുടെ ഫൈവ് ആപ്പ് ഉപയോഗിച്ചൊരു QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം. ഇതാണ് കാർഡ്. ബ്ലാക്ക് കളറാണ് കാർഡും വരുന്നത്. അതിൽ ഫൈയുടെ ലോഗോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് വിസയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണ്. അതുകൊണ്ട് തന്നെ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് നമ്മളുടെ പേരും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ടാണ് കാർഡ് നമ്പർ, CVV, എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. സോ ഇതാണ് ഈ ഒരു കാർഡിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ലുക്ക് വൈസ് ഈ ഒരു കാർഡ് അത്യാവശ്യം അട്രാക്റ്റീവ് ആണ്. ഇനി ആദ്യം ഈ ഒരു കാർഡിൻ്റെ ഫീസ് നോക്കാം. ഈ ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് 2000 രൂപയാണ്. സോ അത് അല്പം ഉയർന്നതാണ്. പക്ഷേ അതിന് ബെനിഫിറ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജോയിനിങ് ഫീസായിട്ട് 2000 രൂപ നൽകി കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് നമുക്ക് കിട്ടും. കുറച്ച് ബ്രാൻഡുകളുടെ ഗിഫ്റ്റ് വൗച്ചർ ഇവർ നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ആനുവൽ ഫീസ് വേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആനുവലി 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം. അതാണ് കണ്ടീഷൻ വരുന്നത്. സോ നമ്മൾ ജോയിനിങ് ഫീസായിട്ട് 2000 രൂപ നൽകി കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ വാല്യൂ വരുന്ന വൗച്ചേഴ്സ് കിട്ടും. വൗച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സോണി ലിവിൻ്റെ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ വാല്യൂ വരുന്നത് 999 രൂപയാണ്. പിന്നെ നമുക്ക് മിന്ത്രയുടെ ഒരു 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ, പിന്നെ നമുക്ക് ക്രോമയുടെ ഒരു 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ, പിന്നെ ഊബറിൻ്റെ ഒരു 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൊമാറ്റോയുടെ ഒരു 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ, പിന്നെ അർബൻ കമ്പനി പ്ലസ് മെമ്പർഷിപ്പിൻ്റെ ഒരു വൗച്ചർ വരുന്നുണ്ട് 699 രൂപ വാല്യൂ ഉള്ള. പിന്നെ തട്ടുവയുടെ ഒരു വെൽനസ് ട്രീറ്റ്മെൻറ്റിന് നമുക്ക് 1000 രൂപയുടെ ഓഫ് കിട്ടും. അപ്പോൾ അങ്ങനെ മൊത്തം നമുക്ക് ഒരു 5000 രൂപയുടെ വൗച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 50,000 ഫൈവ് കോയിൻസ് നേടാം. നമ്മൾ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ഏത് ബെനിഫിറ്റ് വേണമെന്ന്. ഒന്നുകിൽ നമുക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ചൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 50,000 ഫൈവ് കോയിൻസ് ചൂസ് ചെയ്യാം. സോ ഈ വൗച്ചേഴ്സ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതിലൂടെ ബെനിഫിറ്റ് ആണ്. കാരണം 2000 രൂപ ജോയിനിങ് ഫീസ് നൽകി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ വൗച്ചേഴ്സ് നമുക്ക് കിട്ടും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം 5000 രൂപ നമുക്ക് അവിടെ കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം നമുക്ക് യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വേസ്റ്റ് ആയിട്ട് പോകും. അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് 50,000 ഫൈവ് കോയിൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അത് നമുക്ക് പല രീതിയിൽ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അത് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്യാഷായിട്ട് നമുക്കത് റിഡീം ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ ആ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു റിന്യൂവൽ ഫീസ് ഒഴിവാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആനുവലി 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം. സോ നിങ്ങൾക്ക് ആനുവലി 2.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2000 രൂപ റിന്യൂവൽ ഫീസായിട്ട് നൽകണം. സോ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തം സ്പെൻഡിങ് എല്ലാ കാർഡിലും അങ്ങ് സ്പ്ലിറ്റ് ആയിട്ട് പോകും. സോ ഈ ഒരു കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ആനുവലി ഉപയോഗിക്കാൻ പറ്റും എന്ന് ഉറപ്പ് വരുത്തേക്കുക. അല്ലെങ്കിൽ 2000 രൂപ നമ്മൾ റിന്യൂവൽ ചാർജ് ആയിട്ട് നൽകണം. പിന്നെ നമുക്ക് 5000 രൂപ വാല്യൂ വരുന്ന ഗിഫ്റ്റ് വൗച്ചർ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ ഒന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ കാർഡിന് അപ്ലൈ ചെയ്ത് നമുക്ക് കാർഡ് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു കാർഡിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോറക്സ് ചാർജ് വരുന്നത് 1% ആണ്. നമ്മൾ ഇൻ്റർനാഷണലി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നൽകേണ്ടി വരുന്ന ഫോറക്സ് ചാർജ് 1% ആണ്. പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. ക്വാർട്ടർലി നമുക്ക് സെലക്റ്റഡ് എയർപോർട്ട് ലോഞ്ചുകൾ ഒരു തവണ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം. അങ്ങനെ മൊത്തം നമുക്ക് വർഷത്തിൽ 4 തവണ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് സെലക്റ്റഡ് എയർപോർട്ട് ലോഞ്ചുകൾ ആക്സസ് ചെയ്യാം. എന്നാൽ ഈ ഒരു ഫീച്ചർ കിട്ടുന്നതിൻ്റെ ക്രൈറ്റീരിയ, അതുപോലെ തന്നെ ഏതൊക്കെ ലോഞ്ചുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, അതൊന്നും തന്നെ അവരിപ്പോൾ നിലവിൽ പബ്ലിക്കായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. കാർഡിന് അപ്ലൈ ചെയ്ത് കാർഡ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫീച്ചർ കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആപ്പ് വഴി നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു കാർഡിൻ്റെ റിവാർഡ് സിസ്റ്റം നോക്കാം. നമ്മൾ ഈ ഒരു കാർഡ്
ഉപയോഗിച്ച് ഓൺലൈനിലൂടെ ആണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കോയിൻസ് ആണ് കിട്ടുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഇതിൻ്റെ ബേസ് 5 കോയിൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഓരോ 5 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 5 കോയിൻ ലഭിക്കും. അതായത് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 5 കോയിൻ കിട്ടും. ഇതിപ്പോൾ നമുക്ക് വാലറ്റ് ലോഡിങ്, ഗോൾഡ് പർച്ചേസ് എന്നിവ ഒഴികെയുള്ള എല്ലാ ട്രാൻസാക്ഷനിലും നമുക്ക് കിട്ടും. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും കിട്ടും, ഇൻക്ലൂഡിങ് റെൻറ്റ് പേയ്മെൻറ്റ്, ഫ്യൂൽ പർച്ചേസ്, ഇവയ്ക്കെല്ലാം തന്നെ നമുക്ക് ഈ ഒരു 5 കോയിൻ കിട്ടും ഓരോ 5 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ. ഇതാണ് ഈ ഒരു കാർഡിൻ്റെ നോർമൽ റിവാർഡ് സിസ്റ്റം. പിന്നെ ഈ ഒരു 5 കളക്ഷൻസ് എന്ന് പറഞ്ഞ് ഇവരുടെ കുറച്ച് പാർട്ണർ ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഏകദേശം 20 ബ്രാൻഡുകളാണ് വരുന്നത്. ഈ ബ്രാൻഡുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 5 കോയിൻ കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടും. അതായത് ഓരോ 5 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 5 കോയിൻ കിട്ടും. അതായത് ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 5 കോയിൻ കിട്ടും. പാർട്ണർ ബ്രാൻഡ്സ് ഈ കാണുന്നതാണ്. ഏകദേശം 20 ബ്രാൻഡ് വരുന്നുണ്ട്. ഈ ബ്രാൻഡുകളൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ മാറാമെന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്രാൻഡുകൾ കുറയാം, അതുപോലെ തന്നെ കൂടാം. അതൊക്കെ കമ്പനിയുടെ തീരുമാനമാണ്. പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് ഈ ഒരു 5 കളക്ഷൻ ബ്രാൻഡിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു മാസം ടോപ്പ് 3 ബ്രാൻഡിൽ നമുക്ക് അഡീഷണൽ ഒരു 3 5 കോയിൻ കൂടി ലഭിക്കും. അതായത് മൊത്തം നമുക്ക് 5 5 കോയിൻ ലഭിക്കും ഒരു 5 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും. അതായത് 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 5 കോയിൻ കിട്ടും. അതിന് കണ്ടീഷൻ വരുന്നത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ 15,000 രൂപയ്ക്ക് മുകളിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഒരു 5 കളക്ഷൻ ബ്രാൻഡിൽ നമുക്ക് ടോപ്പ് 3 ബ്രാൻഡിൽ 5x ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതായത് നമുക്ക് നോർമലി ഈ ഒരു 5 കളക്ഷനിൽ നമുക്ക് 2x ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എക്സ്ട്രാ 3 5 കോയിൻ കൂടി കിട്ടി മൊത്തം നമുക്ക് 5x ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ 15,000 രൂപയിൽ താഴെ മാത്രമാണ് ഒരു മാസം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചെങ്കിൽ നമുക്ക് ഈ ഒരു 5x ബെനിഫിറ്റ് കിട്ടുകയില്ല. പകരം നമുക്ക് 2x ബെനിഫിറ്റ് ആയിരിക്കും ഈ ഒരു ഇവരുടെ ഒരു 5 കളക്ഷൻ ബ്രാൻഡുകളിൽ കിട്ടുന്നത്. പിന്നെ ഒരു 5x ഫീച്ചറിൽ വരുന്ന മറ്റൊരു കണ്ടീഷനാണ് നമുക്ക് അഡീഷണലി കിട്ടുന്ന ഒരു 3 5 കോയിൻ മാക്സിമം ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ പരമാവധി 50,000 5 കോയിൻ വരെ മാത്രമേ കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അഡീഷണൽ 3 5 കോയിൻ കിട്ടുകയില്ല. പകരം നമുക്ക് 2 5 കോയിൻ മാത്രമേ ഈ ഒരു ഇവരുടെ ഒരു 5 കളക്ഷൻ ബ്രാൻഡുകളിൽ നമുക്ക് കിട്ടുകയുള്ളൂ. 5 കളക്ഷനിൽ വരുന്ന പാർട്ണർ ബ്രാൻഡുകൾ ഈ കാണുന്നതാണ്. പിന്നെ വരുന്ന മറ്റൊരു കണ്ടീഷനാണ് നമുക്കൊരു ട്രാൻസാക്ഷനിൽ, അതായത് ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ മാക്സിമം നമുക്ക് 20,000 5 കോയിൻസ് ആണ് നേടുവാനായിട്ട് സാധിക്കുക. അതിന് മുകളിൽ നമുക്ക് കിട്ടുകയില്ല. പിന്നെ ഈ കിട്ടുന്ന 5 കോയിൻസ് റെഡീം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റിഡംഷൻ ചാർജ് വരുന്നില്ല. ഈ ഒരു 5 കോയിനിൻ്റെ വാലിഡിറ്റി വരുന്നത് 2 വർഷമാണ്. ഈ കോയിൻസ് നമുക്ക് ഇവരുടെ 5 ആപ്പ് ഉപയോഗിച്ചാണ് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു 5 കോയിൻസ് നമുക്ക് കൂപ്പൺസ് ആയിട്ട് റെഡീം ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കത് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ എയർ മൈൽസ് പോയിന്റ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ഈ ഒരു 5 കോയിൻസ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് അവർ പബ്ലിക്കായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ 5 ആപ്പിൽ ഏത് രീതിയിലാണോ ഈ ഒരു 5 കോയിൻസ് റെഡീം ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അത് എത്രയാണെന്ന് പബ്ലിക്കായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 5 കോയിൻസ് നമുക്ക് എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്? നമുക്ക് ബേസിക് ആയിട്ട് കിട്ടുന്ന ഒരു 5 കോയിൻ, അതായത് ഓരോ 5 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 5 കോയിൻ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയ ഒരു ട്രാൻസാക്ഷൻ സെറ്റിലായ ഉടനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് 5x ബെനിഫിറ്റിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന 3 5 കോയിൻ, അതേപോലെ തന്നെ നമുക്ക് 2x ബെനിഫിറ്റിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു 5 കോയിൻ എന്നിവ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തി നമ്മളുടെ ബില്ല് ജനറേറ്റ് ആയി ആ ഒരു ബില്ല് വന്ന് 10 ദിവസത്തിനുള്ളിലായിരിക്കും നമുക്കത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആനുവലി 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ആനുവലി 4 ലക്ഷം രൂപ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഒരു 8,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് കിട്ടും. അതാണ് ഈ ഒരു കാർഡിൽ നമുക്ക് കിട്ടുന്ന മൈൽ സ്റ്റോൺ ബെനിഫിറ്റുകൾ. ഇനി ഒരു കാർഡുമായി ബന്ധപ്പെട്ട മറ്റു ഫൈനാൻസ് ചാർജുകൾ നോക്കാം. ഈ ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീസും റിന്യൂവൽ ഫീസും വരുന്നത് 2,000 രൂപയാണ്. പിന്നെ കാർഡ് റീഇഷ്യൂവൻസ് ഫീസ് വരുന്നത് 250 രൂപയാണ്. നമ്മുടെ കാർഡിൽ എന്തെങ്കിലും സസ്പെക്റ്റഡ് ഫ്രോഡ് ആക്ടിവിറ്റി നടന്ന് കാർഡ് ബ്ലോക്ക് ചെയ്തതാണെങ്കിൽ നമുക്കത് ഈ ഒരു റീഇഷ്യൂവൻസ് ഫീസ് ഒഴിവാക്കി കിട്ടും. പിന്നെ ക്യാഷ് അഡ്വാൻസ് ഫീസ് വരുന്നത് അങ്ങനെ ഒരു ചാർജ് ഇല്ല, കാരണം നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് വരുന്നത് 48 ദിവസമാണ്. പിന്നെ ഈ ഒരു കാർഡിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത് പെർ മന്ത് ആണെങ്കിൽ 3.5%, ആനുവലി വരുമ്പോൾ ഇത് 42%. പിന്നെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നത് നമ്മൾ എത്ര രൂപയാണോ റീപേ ചെയ്യാനുള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. 100 രൂപയിൽ താഴെയാണെങ്കിൽ ചാർജ് വരുന്നില്ല. 100 രൂപയ്ക്ക് മുകളിൽ 500 രൂപയാണെങ്കിൽ 100 രൂപയാണ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നത്. 500 രൂപയ്ക്ക് മുകളിൽ 5,000 രൂപ വരെയാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ 500 രൂപയും, 5,000 രൂപയ്ക്ക് മുകളിൽ 10,000 രൂപ വരെയാണെങ്കിൽ 750 രൂപയും, 10,000 രൂപയ്ക്ക് മുകളിൽ 25,000 രൂപ വരെയാണെങ്കിൽ 1,000 രൂപയും, 25,000 രൂപയ്ക്ക് മുകളിൽ 50,000 രൂപ വരെയാണെങ്കിൽ 1,500 രൂപയും, ഇനി 50,000 രൂപയ്ക്ക് മുകളിലാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ 2,000 രൂപയുമാണ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് ഈടാക്കുക.
പിന്നെ ഫോറക്സ് ചാർജ് ആദ്യം പറഞ്ഞതുപോലെ 1% ആണ്. പിന്നെ ഓവർ ലിമിറ്റ് ചാർജ് വരുന്നത് നമ്മൾ ഓവറായിട്ട് എടുത്ത എമൗണ്ടിൻ്റെ 2.5% ഇല്ലെങ്കിൽ മിനിമം 500 രൂപയാണ്. നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ 10% വരെയാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അതായത് നമ്മളുടെ ലിമിറ്റ് നമ്മൾ കംപ്ലീറ്റ് ഉപയോഗിച്ചു, അതിനുശേഷവും നമുക്ക് നമ്മുടെ ലിമിറ്റിൻ്റെ 10% നമുക്ക് ഓവറായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഓട്ടോ ഡെബിറ്റ് റിവേഴ്സൽ ചാർജ് വരുന്നത് 250 രൂപയാണ്. പിന്നെ EMI ഇടുവാൻ നേരത്ത് EMI പ്രോസസ്സിംഗ് ചാർജ് വരുന്നത് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 2.5% മിനിമം 200 രൂപ ഈടാക്കും. സോ മാക്സിമം അല്ല, മിനിമം 200 രൂപ ഈടാക്കും. അതിന് മുകളിൽ നമ്മൾ ഇടുന്ന എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ EMI ഇടുന്ന എമൗണ്ടിൻ്റെ 2.5% അവർ പ്രോസസ്സിംഗ് ചാർജ് ആയിട്ട് ഈടാക്കും. അതൊരു നെഗറ്റീവാണ്. പല കാർഡുകളിലും നമുക്ക് മാക്സിമം 199 രൂപയാണ് ഈടാക്കുന്നത്. സോ ഇതൊക്കെയാണ് 5 ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ്. പേഴ്സണലി എനിക്കൊരു കാർഡ് അത്ര അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.